ഇറ്റാലിയൻ ചിത്രകാരനായ ലിയനാർഡോ ഡാവിഞ്ചിയുടെ വിശ്വപ്രസിദ്ധമായ രചനയാണ് ലാസ്റ്റ് സപ്പർ അഥവാ അന്ത്യ അത്താഴം. മോഡലുകളെ ഉപയോഗിച്ച് 7 വർഷം കൊണ്ടാണ് അദ്ദേഹം അത് പൂർത്തീകരിച്ചത്. യേശുക്രിസ്തുവിന്റെ മോഡലിനെയാണ് ആദ്യം കണ്ടെത്തിയതും വരച്ചതും. വളരെ പണിപ്പെട്ട് ക്ഷമയോടെ 100 കണക്കിന് ചെറുപ്പക്കാരെ നിരീക്ഷിച്ച് ഏറ്റവും നിഷ്കളങ്കമായ മുഖവും ജീവിത പശ്ചാത്തലവുമുള്ള ഒരു 19കാരനെയാണ് യേശുക്രിസ്തുവിന് വേണ്ടി അദ്ദേഹം കണ്ടെത്തിയത്. മറ്റ് കഥാപാത്രങ്ങളെയും ഇത്തരത്തിൽ തന്നെയാണ് കണ്ടെത്തിയത്. ഏറ്റവും അവസാനം കണ്ടെത്തിയത് ഇസ്കരിയോത്ത യൂദായെയാണ്. തൻ്റെ ആത്മമിത്രത്തെ കൂടെ നടക്കവെ 30 വെള്ളിക്കാശിന് ഒറ്റുകൊടുത്ത, കൊടും ചതിയും വഞ്ചനയും ഒളിപ്പിച്ച മുഖമുള്ള, പശ്ചാത്തലവും കൂടിയുള്ള ഒരാളെ കണ്ടെത്താൻ 6 വർഷമെടുത്തു. അതാകട്ടെ റോമിലെ ജയിലിനുള്ളിൽ നിന്നും. ചക്രവർത്തിയുടെ പ്രത്യേക അനുമതിയോടുകൂടി പട്ടാളക്കാരുടെ അകമ്പടിയോടെയാണ് ചിത്രത്തിൻ്റെ പണിപ്പുരയായ മിലാനിലേക്ക് ഇദ്ദേഹത്തെ എത്തിക്കുന്നതും വരയ്ക്കുന്നതും. 6 മാസമെടുത്ത് ഡാവിഞ്ചി വളരെ ഭദ്രമായി ഈ ചിത്രം പൂർത്തീകരിച്ചു. മടക്കി അയക്കുമ്പോൾ തടവുകാരൻ ഡാവിഞ്ചിയുടെ അടുത്ത് വന്ന് ചോദിച്ചു, അങ്ങ് മുമ്പ് എപ്പോഴെങ്കിലും എന്നെ കണ്ടതായി ഓർക്കുന്നുണ്ടോ? ഡാവിഞ്ചി പറഞ്ഞു, 6 മാസം മുമ്പ് തടവുകാർക്കിടയിലാണ് താങ്കളെ ഞാൻ ആദ്യമായി കാണുന്നത്. എന്നാൽ തടവുകാരൻ്റെ അടുത്ത വാക്ക് കേട്ട് ഡാവിഞ്ചി ഞെട്ടിത്തെറിച്ചു പോയി. അത് ഇപ്രകാരമായിരുന്നു: 7 വർഷം മുമ്പ് നിഷ്കളങ്കമായ മുഖത്തോടു കൂടി യേശു ക്രിസ്തുവിന് മോഡൽ ചെയ്ത് അങ്ങയുടെ മുമ്പിലിരുന്നത് ഞാനായിരുന്നു. കാലാന്തരത്തിൽ വ്യക്തിചിത്രത്തിൽ വരുന്ന മാറ്റങ്ങൾ ആശ്ചര്യകരമാണ്, ചിലപ്പോഴെങ്കിലും ഏറെ വേദനാജനകം. കൊച്ചു കൂട്ടുകാരുടെ ജീവിതത്തിലെ വ്യക്തിചിത്രങ്ങൾ എന്നും നന്മ തെരഞ്ഞത് മാത്രമായി തീരട്ടെ. ഇന്നത്തെ ഞായർ പള്ളിക്കൂടം ആരംഭിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ചിത്രപ്പണികളും നിറങ്ങളും കൊണ്ട് മനോഹരങ്ങളാണ് നമ്മുടെ ദേവാലയങ്ങൾ. ചില ചിത്രങ്ങളും കാണാൻ കഴിയും. പഴയതും പുതിയതുമായ ധാരാളം ചിത്രരചനാ പാരമ്പര്യങ്ങൾ ഉണ്ടെങ്കിലും ഐക്കോണിക് ചിത്രങ്ങളാണ് ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ഉപയോഗിക്കുന്നത്. മറ്റ് ചിത്രരചനാ പാരമ്പര്യങ്ങൾ ശാരീരിക സൗന്ദര്യത്തെയും ഭാവത്തെയും ആവാഹിക്കുമ്പോൾ ഐക്കണുകൾ ആത്മാവിൻ്റെ സൗന്ദര്യത്തെയാണ് തെളിയിച്ച് കാണിക്കുന്നത്. ഇക്കാര്യമാണ് ലഘുപഠന പരമ്പരയിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട തിരുമേനി അപ്പച്ചൻ അഭിമന്യ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത നമ്മോട് ചർച്ച ചെയ്യുന്നത് ചിത്രവും ചിത്രരചനയും ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. കർത്താവിനാൽ അനുഗ്രഹീതരെ, ഇന്നത്തെ പ്രഭാഷണത്തിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് ചിത്രവും ചിത്രരചനയും എന്നുള്ളതാണ്. ചിത്രവും ചിത്രരചനയും ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ എന്ന് പ്രത്യേകം? കാരണം അത് പാശ്ചാത്യ പാരമ്പര്യത്തിൽ നിന്ന്, പടിഞ്ഞാറൻ സഭകളുടെ പാരമ്പര്യത്തിൽ നിന്ന് ഓർത്തഡോക്സ് സഭയിലെ ചിത്രവും ചിത്രരചനയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് അടിവരയിടാം. ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ഓർത്തഡോക്സ് പള്ളികളിൽ ഉപയോഗിക്കുന്ന ചിത്രം, ആ ചിത്രങ്ങളുടെ രചന പാശ്ചാത്യ ദേവാലയങ്ങളിൽ ഉപയോഗിക്കുന്ന ചിത്രങ്ങളിൽ നിന്നും അതിൻ്റെ പിമ്പിലെ ചിത്രരചനാ ശാസ്ത്രത്തിൽ നിന്നും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അത് വളരെ ശരിയാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷനാണ്, ഒരു കുഴമറിച്ചിലാണ്. ഏതാണ് പാശ്ചാത്യം, ഏതാണ് പൗരസ്ത്യം എന്ന് തിരിച്ചറിയാൻ പാടില്ല. ഏതൊക്കെ ചിത്രങ്ങൾ, ഏത് തരത്തിലുള്ള ചിത്രങ്ങൾ ദേവാലയങ്ങളിൽ ഉപയോഗിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് വേണ്ടത്ര നിശ്ചയമില്ല. എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. ഈ ഞായർ പള്ളിക്കൂടത്തിലെ കുഞ്ഞുങ്ങളും, തീർച്ചയായും കൊച്ചു കുഞ്ഞുങ്ങൾ മാത്രമല്ല, അവരുടെ മാതാപിതാക്കളും മുതിർന്നവരും ഞായർ പള്ളിക്കൂടത്തിലെ പ്രഭാഷണങ്ങളും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളിലാണ് എനിക്ക് ഏറ്റവും വലിയ വിശ്വാസം. അവർ ഇത് തിരിച്ചറിഞ്ഞിരിക്കണം. എന്നിട്ട് നിങ്ങൾ ഒരു വ്യത്യാസം ഉണ്ടാക്കണം. എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം ചിത്രവും
ചിത്രരചനയും പൗരസ്ത്യ ക്രിസ്തീയ പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ. ഇതിന് ഞാൻ അടിസ്ഥാനപരമായി ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. പാശ്ചാത്യ പാരമ്പര്യത്തിലെ ചിത്രരചനയും പൗരസ്ത്യ പാരമ്പര്യത്തിലെ ക്രിസ്തീയ പാരമ്പര്യത്തിലെ ചിത്രരചനയും തമ്മിൽ എന്താണ് അടിസ്ഥാനപരമായ വിശ്വാസം? പാശ്ചാത്യ പാരമ്പര്യത്തിലെ ചിത്രങ്ങൾക്കും ചിത്രരചനയ്ക്കും അത് യഥാതഥമാണ്, യഥാതഥ കലയാണ് എന്ന് പറയണം. അതിന് ഇംഗ്ലീഷിൽ റിയലിസ്റ്റിക് ആർട്ട് എന്ന് വിളിക്കാം. യഥാതഥം. ഒരാളെ ഞാൻ കാണുന്നു, അയാളുടെ ചിത്രം എടുക്കുന്നു. ആ ചിത്രം എടുക്കുമ്പോൾ ആ ചിത്രം യഥാതഥമാണ്. എന്നാൽ പൗരസ്ത്യ പാരമ്പര്യത്തിലെ ചിത്രരചന പ്രചോദിതമാണ്, ഇൻസ്പയർഡ് ആർട്ടാണ്. എന്താണ് അതിൻ്റെ വ്യത്യാസം? പെട്ടെന്ന് ഞാൻ പറയാം. ഒരു ചിത്രവും കാർട്ടൂണും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കാർട്ടൂൺ ഒരു ചിത്രമാണോ? പക്ഷേ ഏറ്റവും കൂടുതൽ നിങ്ങൾ ആസ്വദിക്കുന്നത് എന്താ? ചിത്രമാണോ അതോ കാർട്ടൂണാണോ? തീർച്ചയായും ഒരു നല്ല ചിത്രം നിങ്ങളെല്ലാം ആസ്വദിക്കും. എന്നാൽ കാർട്ടൂൺ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ സങ്കല്പവും ചിറകു വിടർത്തി പറക്കും എന്ന് ഞാൻ പ്രത്യേകമായി വിശേഷിപ്പിക്കട്ടെ. അപ്പോൾ യഥാതഥമായ ചിത്രം, ഒരു ഫോട്ടോ കാണുമ്പോൾ ആ ചിത്രം നമ്മളെ സന്തോഷിപ്പിക്കും, തീർച്ചയാണ്. എന്നാൽ ഒരു കാർട്ടൂൺ കാണുമ്പോൾ അത് യഥാതഥമല്ല, എങ്കിലും യഥാതഥമായ ഒരു ആളത്വത്തെ സൂചിപ്പിക്കും. പക്ഷേ ആ സൂചന മാത്രമല്ല, ഒരു കാർട്ടൂൺ അതിൻ്റെ ചിന്തയെ, നമ്മളുടെ ചിന്തയെ പ്രചോദിപ്പിക്കും, നമ്മളുടെ സങ്കല്പത്തെ വികസ്വരമാക്കും, വലുതാക്കും. പക്ഷേ ഒരു കാർട്ടൂൺ പോലെ പൗരസ്ത്യ പാരമ്പര്യത്തിലെ ചിത്രം രചിക്കുന്നു, അങ്ങനെയാണ് ചിത്രം എന്ന് ഞാൻ പറയുന്നില്ല. ഞാനൊരു പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു സൂചന നൽകി എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ സൂചിപ്പിച്ചല്ലോ, പൗരസ്ത്യ പാരമ്പര്യത്തിലെ ചിത്രരചന യഥാതഥമല്ല, ഒരു ചിത്രം എന്ന പോലെ. എന്നാൽ അത് ഇൻസ്പയർഡ് ആർട്ടാണ്, അല്ലെങ്കിൽ ഭാവാത്മകമാണ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. അത് നമ്മളുടെ സങ്കല്പത്തെയും നമ്മളുടെ ചിന്തയെയും തീർച്ചയായും പ്രചോദിപ്പിക്കും എന്നുള്ളതാണ് ഈ പ്രചോദിത കലയുടെ ഭാവാത്മകമായ കലയുടെ സവിശേഷമായ സംഭാവന എന്ന് നമ്മൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം. ഇവിടെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കാം. റോമിലെ പ്രശസ്തമായ വത്തിക്കാനോട് ചേർന്നുള്ള ഒരു ചാപ്പലിൻ്റെ പേര് സിസ്റ്റീൻ ചാപ്പൽ എന്നാണ്. അതിൻ്റെ ചുവരുകളിലും മച്ചിലും മുഴുവൻ ചിത്രരചന കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ചിത്രങ്ങൾ കൊണ്ട് നിറച്ചിരിക്കുന്നു. അത് രചിച്ചത് മൈക്കലാഞ്ചലോയാണ്. 1475 മുതൽ 1564 വരെ ജീവിച്ചിരുന്ന പ്രസിദ്ധനായ ചിത്രകാരനായ മൈക്കലാഞ്ചലോയാണ് രചിച്ചത്. പക്ഷേ അവിടെയുള്ള ചിത്രങ്ങളെല്ലാം മോഡലുകളെ നിർത്തിക്കൊണ്ടാണ് ചിത്രങ്ങൾ രചിച്ചത്. ഉദാഹരണമായി പഴയ നിയമ കഥാപാത്രങ്ങൾ, യെശയ്യാവ്, യെറമ്യാവ്, പുതിയ നിയമ കഥാപാത്രങ്ങൾ, പത്രോസ് അപ്പോസ്തലൻ, പൗലോസ് അപ്പോസ്തലൻ എന്ന് തുടങ്ങി. ഇതിനെല്ലാം മോഡലുകളെ കണ്ടെത്തുകയായി. ഒരു വിറകുവെട്ടുകാരനായിരിക്കാം, പാടത്ത് പണിയെടുക്കുന്ന വേറൊരാളായിരിക്കാം. ഇത് നല്ലതാണെന്ന് തോന്നുന്നതനുസരിച്ച് മോഡലുകളെ കണ്ടുകൊണ്ട് അത് യെശയ്യാവായും ഇയാൾ യെറമ്യായായും ഇയാൾ പത്രോസായും പൗലോസായും ഇങ്ങനെ യഥാതഥമായ മോഡലുകളെ വെച്ചുകൊണ്ട് മൈക്കലാഞ്ചലോ ചിത്രങ്ങൾ വരയ്ക്കുകയായിരുന്നു. എന്നാൽ ക്രിസ്തീയ പാരമ്പര്യത്തിൽ അങ്ങനെയല്ല.
ക്രിസ്തീയ പാരമ്പര്യത്തിൽ നോമ്പും ഉപവാസവും അനുഷ്ഠിച്ച് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് ആധ്യാത്മികമായ ഒരു ഇൻസ്പിറേഷൻ, ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ചിത്രങ്ങൾ രചിക്കുകയായിരുന്നു എന്നാണ് അടിസ്ഥാനപരമായ വ്യത്യാസം. ഈ വ്യത്യാസം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. ഇങ്ങനെ പൗരസ്ത്യ ക്രിസ്തീയ പാരമ്പര്യത്തിൽ രചിക്കുന്ന ചിത്രങ്ങൾക്ക് ഐക്കോണുകൾ എന്നാണ് പ്രത്യേകമായി വിളിക്കുന്നത്. ഐക്കോൺ എന്ന വാക്കിന് ഇംഗ്ലീഷിൽ ഇമേജ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതൊരു വെറും ഇമേജായിട്ടല്ല, ചിത്രമായിട്ട് തന്നെയാണ്. എങ്കിലും അതിനെ ഐക്കോണുകൾ എന്ന് സവിശേഷമായി വിളിക്കുന്നു. ഓർത്തഡോക്സ് ഐക്കൺസ്, ക്രിസ്ത്യൻ ഐക്കൺസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതൊരു പ്രചോദിത കലയാണ്, ഒരു ഭാവാത്മകമായ കലയാണ്. അത് യഥാർത്ഥമായ മോഡലുകളെ നോക്കി വരയ്ക്കുകയല്ല, ആധ്യാത്മികമായ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ധ്യാനിച്ച് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന ആ ഒരു പ്രത്യേകമായ പ്രചോദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രചിക്കുന്ന ചിത്രങ്ങളാണ് എന്ന് ഈ അവസരം പ്രത്യേകം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ചിത്രവും ചിത്രരചനയും എന്ന പ്രഭാഷണം നമുക്കൊരല്പം കൂടെ ഒരു പരമ്പരയായി മുമ്പോട്ട് കൊണ്ടുപോകണം. ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സുകളിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നുകൊള്ളാം. ചിത്രവും ചിത്രരചനയും ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ നിങ്ങൾ ഇത് തമ്മിലുള്ള വ്യത്യാസം, യഥാർത്ഥം, പ്രചോദിതം, ഈ രണ്ട് വാക്കുകൾ നിങ്ങൾ മനസ്സിൽ കുറിച്ചിടുക. എന്നിട്ട് അതേക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറേ കൂടെ വിശദമായി പഠിക്കാൻ ശ്രമിക്കാം. അല്ലേ ചെറുക്കനെ അങ്ങോട്ട് വിടാം. അയ്യപ്പോ അയ്യപ്പാ, രാഷ്ട്രവാദി വീഡിയോ എടുത്ത് പോണം. അവനൊരു സാധനം തരും, അത് മേടിച്ചോണ്ട് പറഞ്ഞു കേട്ടോ. പിള്ളേരെ പോലീസൊന്നും പിടിക്കുന്നില്ല, കുഴപ്പമൊന്നുമില്ല. പോയിട്ട് പോയെന്നോ കേട്ടോ. നീ അകത്തോട്ട് അവിടെ പോവാ. അവിടെ വരുമ്പോ മാസ്ക് ഒന്നും വേണ്ട, പോയിട്ട് പോയെന്നോ. ഞാൻ മെഷീനല്ല, ഞാൻ ഒറ്റ ഉള്ളൂ ഇവിടെ എല്ലാം ചെയ്യാനായിട്ട്. അവിടെ മാവില്ല, ഏതാണ് വേണമെങ്കിൽ അത് മതി. കിട്ടിയോ മോനെ? കുറച്ച് വെള്ളം അകത്തോട്ടൊന്നും കൊണ്ട് തന്നെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാൻ പോയില്ല. അയ്യപ്പോ എന്തോ എന്താണ് നീ ചേച്ചിയമ്മയുടെ കേട്ടോ ഇഞ്ചിയും കറിയപ്പടയും വിളിച്ചിട്ടുണ്ടോ? എനിക്കൊന്നും വരില്ല. ഞാൻ ഇപ്പൊ രാജസ്വാമിന്റെ വീട്ടിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. ഇവിടെ പറഞ്ഞു. അയ്യടാ എനിക്കൊന്നും വയ്യ. ടീച്ചറമ്മ പറഞ്ഞിട്ടുണ്ട് വെളിയിൽ ഇറങ്ങല്ലെന്ന്. അവള് കൊച്ചല്ലേടാ, മോൻ പോയിട്ട് വാ. ഇതുകൂടെ കഴിഞ്ഞാൽ ഞാൻ പോകത്തില്ലേ? ആ ശരി. എന്താ അമ്മേ?
എന്തുവാ ഒരു വേഗം വാ, എണീറ്റ് വാ. എന്നാ ചെറുക്കാനാ പറ്റി? എന്നാ പറ്റിയടാ? കുഞ്ഞിന്റെ മരുന്ന് എടുത്തു നിനക്ക് മരുന്ന് കൊടുക്കണോ? ആരോഗ്യകഥ വിളിച്ചു വെച്ചിട്ട് പറയാം. നീ എന്നാ ഫോണിൽ ഇരുന്നോ? എന്നാ പറ്റി? ഹലോ, ആരോഗ്യകേന്ദ്രമല്ലേ? അതെ, ആരാണ്? സാറേ, ഞാൻ തെങ്ങളായിന്ന് വിളിക്കുവാണേ. എൻ്റെ ഒരു സുധീഷ് എന്നാണ്. എൻ്റെ മോനെ പറഞ്ഞോളൂ സുധീഷ്. നല്ല പനിയും ചുമയുണ്ട്, കിടപ്പില്ല. തലവേദന ഉണ്ടോ? തലവേദനയുണ്ട്, തൊണ്ടവേദന ഉണ്ടോ? തൊണ്ടവേദനയുണ്ട്. മരുന്ന് വല്ലതും കൊടുത്തായിരുന്നോ? ഇല്ല, കൊടുത്തില്ല. ഓക്കെ. ഞാൻ 2 ആരോഗ്യ പ്രവർത്തകരെ അങ്ങോട്ട് വിടാം. ചെറുക്കം പുറത്തെവിടെയൊക്കെ പോയിട്ടുണ്ടെന്നേ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി വെച്ചു. ശരി, പെട്ടെന്ന് വേണം സാറേ. അയ്യപ്പാ, മോനെ മക്കൾ എവിടെയൊക്കെ പോയെന്ന് ഓർക്കുന്നുണ്ടോടാ മോനെ? യോ, അച്ഛൻ എന്നെ ഇന്ന് രാവിലെ രാജുമാവന്റെ വീട്ടിൽ പറഞ്ഞു വിട്ടു. അവൻ രാഷ്ട്രവാദി വീട് ഇരുന്ന് പോണേ. രാജേഷുമാമൻ ഒരു പൊതി തന്നു. തിരിച്ചു വരുന്ന വഴി ആൽച്ചോട്ടനെ ഞാൻ കണ്ടു. കുറച്ചു നേരം സൈക്കിൾ കെട്ടി. ഞാൻ എണ്ണയിൽ പാല് മേടിക്കാൻ പോയി. അയ്യപ്പോ, നമസ്കാരം, ഞാൻ തൃക്കൊടിത്താനം SHO ആണ്. COVID-19 മഹാമാരിയെ തുരത്തുന്നതിന്റെ ഭാഗമായി വളരെ വലിയ പ്രവർത്തനങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നു വരുന്നത്. പക്ഷേ ഇവിടെ സ്ഥിരമായി ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, മാസ്ക് മാതാപിതാക്കൾ ധരിക്കുമെങ്കിലും കൊച്ചുകുട്ടികളെ മാസ്ക് ധരിക്കാതെ പുറത്തേക്ക് പറഞ്ഞു വിടുന്നതും മാതാപിതാക്കളോടൊപ്പം പോകുമ്പോൾ തന്നെ കൊച്ചുകുട്ടികൾ മാസ്ക് ധരിക്കാതെ കടകളിൽ നിൽക്കുന്നതുമൊക്കെ കാണപ്പെടുന്നു. ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. വ്യക്തമായി തന്നെ ഇത് എല്ലാവരിലും എത്തിച്ചിട്ടുള്ളതുമാണ്. ചെറിയ കുട്ടികൾക്കും അതുപോലെ തന്നെ 65 വയസ്സിന് മേലെ പ്രായമുള്ളവർക്കും ആണ് ഈ രോഗം പടരാൻ ഏറ്റവും അധികം സാധ്യതയുള്ളത്. ബ്രേക്ക് ദ ചെയിൻ, നോട്ട് യുവർ മൈൻഡ്. വിശുദ്ധ കുർബാനയിൽ തുബ്ദൻ വായിക്കുന്നത് കൊച്ചു കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ? എപ്പോഴാണത്? ആരാധനയ്ക്കിടയിൽ ചിലരൊക്കെ ഇരിക്കുമ്പോൾ, കുറച്ചു പേരൊക്കെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ, അതെ, ആ സമയം തന്നെ കൂട്ടുകാർക്ക് മനസ്സിലായി. ആരാധനയിൽ ആ സമയത്ത് ഇരിക്കാനും പുറത്തു പോകാനുമുള്ള സമയമാണോ? എന്താണ് തുബ്ദേൻ? എങ്ങനെയാണ് ആ പേരുണ്ടായത്? തുബ്ദേൻ എന്ന് പറയുന്നത് മധ്യസ്ഥ പ്രാർത്ഥനകളുടെ ഒരു വലിയ കൂട്ടമാണ്. ഈ തുബ്ദേൻ എന്ന വാക്കിന് അർത്ഥം അറിയാം? എന്നാൽ വീണ്ടും എന്നേ അർത്ഥമുള്ളൂ. തുബ്ദേൻ എന്ന് പറഞ്ഞാൽ എന്നാൽ വീണ്ടും. ആ പേര് വരാൻ കാരണം, നിങ്ങൾ സുറിയാനിയിൽ ഉള്ള വിശുദ്ധ കുർബാന ശ്രദ്ധിച്ച് നോക്കിയാൽ ഒന്നാമത്തെ തുബ്ദേൻ കഴിഞ്ഞ് ബാക്കി എല്ലാ തുബ്ദേനും ആരംഭിക്കുന്നുണ്ടല്ലോ തുബ്ദേൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ രണ്ടാമത്തെ തുബ്ദേൻ തൊട്ടുള്ള വായനകളിൽ തുടങ്ങുന്നത് തന്നെ എന്നാൽ വീണ്ടും സഹോദരങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആ വാക്കില്ല, നേരെ വിഷയത്തിലേക്ക് കടക്കുക. അപ്പൊ ആദ്യത്തെ വാക്ക് ആ പ്രാർത്ഥനയുടെ പേരായി എന്നുള്ളതേ ഉള്ളൂ. അത് സുറിയാനി പാരമ്പര്യത്തിൽ അങ്ങനെയുണ്ട്. ഇപ്പൊ ബസ്മൽക്കോ, അത് മാതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥനകളാണ്. മാതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥന ബസ്മൽക്കോ എന്ന് പറഞ്ഞാൽ രാജമകൾ, നിന്നാൾ സ്തുതിയോട് രാജമകൾ, രാജമകൾ എന്നേ അർത്ഥമുള്ളൂ. ആ പാട്ടിന്റെ ആദ്യത്തെ വാക്ക് പേരായി. പരിശുദ്ധന്മാരുടെ മധ്യ സാദിക്കോ, അതിനാണ് ഇപ്പൊ പരിശുദ്ധന്മാർ തന്നെ ഹെഡിങ് കൊടുത്തേക്കുന്നത്. അപ്പൊ അതും ആ പാട്ടിന്റെ ആദ്യത്തെ വാക്കാണ്. ഈ പഴയ ആൾക്കാരൊക്കെ പറയും
അച്ഛന് സാധിക്കോ കഴിയും പ്രസംഗിക്കും ഞങ്ങളുടെ പള്ളിയിൽ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അവർക്ക് ആ പേര്, ആ സൈക്കിൾ ഓഫ് പ്രേയേഴ്സിന്റെ ആ കുക്കുലിയോന്റെ പേര് സാധിക്കോ എന്ന് തന്നെയാണ് അവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവരങ്ങനെ പറയുന്നത്. അങ്ങനെയാണ് ഈ തുബ്ദേൻ എന്ന പേരുണ്ടായത്. എന്നാൽ ഇംഗ്ലീഷ് പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പം ഡിപ്റ്റിക് എന്നൊരു വാക്കാണ് കാണുന്നത്. ഡിപ്റ്റിക്, അത് ആ വാക്കിന് ഗ്രീക്കിൽ അനുസ്മരണം എന്നാണ് അർത്ഥം. ആ തുബ്ദേനുകൾക്ക് അങ്ങനെ ഒരു പേര് ഇംഗ്ലീഷ് പുസ്തകങ്ങളിലുണ്ട്. അതാണ് അതിന്റെ ഒരു ടെക്നിക്കൽ നെയിമാണ് ഡിപ്റ്റിക്. അത് അനുസ്മരണങ്ങളാണല്ലോ അവിടെ നടത്തുന്നത്. എത്ര തുബ്ദേനാണുള്ളത്? 6 തുബ്ദേനുകൾ. 6 തുബ്ദേനുണ്ട്. 6 തുബ്ദേൻ എന്ന് പറയുമ്പോൾ 6 വിഷയങ്ങളാണ് 6 തുബ്ദേനുകളിൽ. ഈ സാധാരണ പഴയ കാലത്തൊക്കെ ഈ തുബ്ദേന് സമയമാകുമ്പോൾ ചില ആൾക്കാരൊക്കെ, പ്രത്യേകിച്ചും പള്ളി പ്രവർത്തകര്, കമ്മിറ്റിക്കാര് ഒക്കെ ഒന്ന് വെളിയിലോട്ട് ഇറങ്ങി പോകുന്ന സമയം എന്നാ അറിയാമോ? പ്രാധാന്യമില്ലാത്തൊരു സമയമല്ല, ഇപ്പൊ ഒന്ന് ഇറങ്ങി പോകാമല്ലോ എന്ന് ഇതിക്കൊണ്ട് പോകുന്നതാ. എല്ലാവരും ഇരിക്കുകയല്ലേ. ഇരിക്കുക എന്നൊരു വിട്ടുവീഴ്ച ചെയ്തിരിക്കുന്ന കാര്യമേ ഉള്ളൂ. അത് ഇരിക്കുക ആയതുകൊണ്ട് ശ്രദ്ധയോടെ ഈ വിഷയങ്ങൾ ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട മധ്യസ്ഥ പ്രാർത്ഥനകളാണ്. അതുകൊണ്ട് ആ സമയത്ത് ആരും പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകരുത്. പള്ളിക്കകത്ത് തന്നെ ഇരുന്ന് ധ്യാനപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ 6 തുബ്ദേൻ, 6 വിഷയങ്ങൾ. തുബ്ദേൻ ശുശ്രൂഷക്കാരൻ വായിക്കുമ്പോൾ പട്ടക്കാരൻ മറ്റൊരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ശുശ്രൂഷക്കാരൻ വായിച്ചു കഴിയുമ്പോൾ പട്ടക്കാരൻ മറ്റൊരു പ്രാർത്ഥന നടത്തുന്നുണ്ട്, ആ വിഷയത്തെ ആസ്പദമാക്കി തന്നെ. അപ്പോൾ 6, 3, 18 പ്രാർത്ഥനകളാണ് തുബ്ദേന്റെ സമയത്ത് അവിടെ നടക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ 6 തുബ്ദേനെ 2 ക്ലാസ്സായിട്ട് തിരിക്കാം. ആദ്യത്തെ 3 എണ്ണം ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്. അടുത്ത 3 എണ്ണം വാങ്ങിപ്പോയവരെ ഓർത്തുകൊണ്ടുള്ള പ്രാർത്ഥനകളാണ്. ആദ്യത്തെ 3 എണ്ണം ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി, അടുത്ത 3 എണ്ണം വാങ്ങിപ്പോയവർക്ക് വേണ്ടി ഉള്ള പ്രാർത്ഥനകളും അവരുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുള്ള പ്രാർത്ഥനകളും. ഇനി 1-ാമത്തെ തുബ്ദേൻ. ആ തുബ്ദേൻ നമ്മുടെ എല്ലാ ആത്മീയ മേലധ്യക്ഷന്മാരെയും ദൈവം ഭാഗം സമർപ്പിച്ചുള്ള പ്രാർത്ഥനയാണ്. മെത്രാപ്പൊലീത്തമാരെയും പട്ടക്കാരെയും ശമാശന്മാരെയും ഒക്കെ അപ്പോഴോർക്കാം. അതിനകത്ത് ചിലരുടെ പേരെടുത്ത് പറയുന്നുണ്ട്, ഇല്ലേ? മേൽപ്പട്ടക്കാരെന്ന് പറയുമ്പോൾ പേരെടുത്ത് 4 പേരുടെ പേര് അത് പറയും. ആരൊക്കെയാ? അന്ത്യോക്യൻ പാത്രിയാർക്കീസ്. നമ്മളിപ്പോൾ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും പേരെടുത്ത് പറയുമ്പോൾ ആദ്യം പറയുന്നത് അന്ത്യോക്യൻ പാത്രിയാർക്കീസിന്റെ കാര്യം. ഇഗ്നാത്യോസ്. ഇഗ്നാത്യോസിന്റെ പേര് പറയുമ്പോൾ ഇപ്പോഴത്തെ പാത്രിയാർക്കീസിന്റെ പേര് തന്നെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അടുത്ത് പറയുന്ന ആരാ? ബസേലിയോസ്. ആരാ ബസേലിയോസ്? നമ്മുടെ പരിശുദ്ധ കാതോലിക്ക ബാവയാണ്. ആ ബസേലിയോസ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിൽ ഞങ്ങളുടെ ബസേലിയോസ്, മാർത്തോമ്മ, പൗലോസ്, ദിദിയൻ കാതോലിക്കാവെ കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പിന്നെ ഒരു മാർ ഗ്രിഗോറിയോസ് വരുന്നുണ്ട്. അത് യെറൂശലേമിലെ മേലധ്യക്ഷന്റെ പേരാണ്. ഇപ്പം പക്ഷേ അങ്ങനെ ഒരു മേലധ്യക്ഷന്റെ പേരിലൊരു സഭ ഇപ്പം ഇല്ല. പക്ഷെ പേര് നമ്മൾ ഒഴിവാക്കിയിട്ടില്ല എന്ന് മാത്രം. അടുത്തത് ഇടവക മെത്രാപ്പൊലീത്തയുടെ പേരാണ്. അത് ഓരോ ഭദ്രാസനം മാറുമ്പോൾ മെത്രാപ്പൊലീത്തയുടെ പേര് മാറി വരും. അപ്പൊ ഇത്രയും പേരുടെ പേരെടുത്ത് പറഞ്ഞ് 1-ാം തുബ്ദേന് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഒരു മേൽപ്പട്ടക്കാരനാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതെങ്കിൽ ഇടമെത്രാപ്പൊലീത്തയുടെ പേരിന് ശേഷം ആ കുർബാന ചൊല്ലുന്ന മേൽപ്പട്ടക്കാരന്റെ പേരോട് പറയും. അല്ലെങ്കിൽ ഈ വന്ന പിതാവിന് വേണ്ടി എന്നുകൂടെ പറയും തുബ്ദേനകത്ത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ആത്മീയ പിതാക്കന്മാർക്ക് വേണ്ടിയുള്ള, ജീവിച്ചിരിക്കുന്ന പിതാക്കന്മാർക്ക് വേണ്ടി ഈ സമയം ഏതെങ്കിലും മെത്രാപ്പൊലീത്തയുടെയോ പട്ടക്കാരൻ്റെയോ പേര് നിങ്ങൾക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കണമെങ്കിൽ ആ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കാം. ഇനി 2-ാമത്തെ തുബ്ദേൻ വിവിധ കഷ്ടതകളിലും പ്രയാസങ്ങളിലും പരീക്ഷകളിലും ഇരിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഈ കൊറോണ കാലഘട്ടത്തിലൊക്കെ ആകുമ്പോൾ അങ്ങനെയുള്ള രോഗികൾക്ക് വേണ്ടിയൊക്കെ ഈ സമയത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. ചില വൈദികര് ആ സമയത്ത് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഇടവകയിൽ രോഗികളായി കിടക്കുന്നവർക്ക് വേണ്ടിയൊക്കെ പ്രത്യേകമായിട്ട് ആ വിഷയം കൂടെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അതിനകത്ത് ചേർത്ത് പറയുന്നത് കേട്ടിട്ടുണ്ട്.
അപ്പോൾ ഇത് അങ്ങനെയുള്ള വിവിധ കഷ്ടതകൾ ഇരിക്കുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. നമുക്കും ആ സമയത്ത് നമ്മുടെ അറിവിലും പരിചയത്തിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര്, രോഗത്തിൽ കിടക്കുന്നവർക്ക്, പരീക്ഷ എഴുതാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ അറിവിൽ പ്രയാസം അനുഭവിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ പേരെടുത്തു പറഞ്ഞ് അന്നേരം ദൈവം ഭാഗം അവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നോക്കിയേ, എത്ര വലിയൊരു സമയമല്ല, ഇങ്ങനെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു സമയമാണ് ഈ തുബ്ദൻ. അതുകൊണ്ട് ആരും ഇറങ്ങിപ്പോലെ കേട്ടോ, എൻ്റെ പള്ളിക്കകത്തിരുന്ന് വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം ആ സമയത്ത്. ചോദ്യം ഉത്തരം. പുതിയ ചോദ്യ പരമ്പര ഇന്ന് ആരംഭിക്കുന്നു. ആകെ 5 ചോദ്യങ്ങൾ. 4 ചോദ്യങ്ങൾക്ക് ശരിയുത്തരം തരുന്ന 3 പേർക്ക് പ്രത്യേകം സമ്മാനം. ഇന്ന് ആദ്യത്തെ ചോദ്യം. തുബ്ദൻ സമയത്ത് നടക്കുന്നത് എത്ര പ്രാർത്ഥനകൾ? അതിൽ വാങ്ങിപ്പോയവർക്ക് വേണ്ടിയുള്ള തുബ്ദൻ എത്ര എണ്ണം? നിങ്ങളുടെ ഉത്തരങ്ങൾ വാട്സപ്പ് മെസ്സേജായോ ഇമെയിലായോ അയക്കാവുന്നതാണ്. ഉത്തരങ്ങൾ 2020 ഒക്ടോബർ 27 വൈകിട്ട് 5 മണിക്ക് മുമ്പായി ലഭിക്കണം. ഞായർ പള്ളിക്കൂടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് സന്തോഷങ്ങൾ ബൈ പറയുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.